ഹായ് സർ. സർ, നമ്മൾ ഈ DBS പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം ഒരു 3, 4 ഏറിപ്പോയാൽ 5 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് സാറിന് അതിനെപ്പറ്റി പറയാനുള്ളത്? നമുക്ക് നമ്മുടെ DBS സർജറി കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ചലന സംബന്ധമായ രോഗലക്ഷണങ്ങൾക്ക് ആശ്വാസം നൽകുക എന്നുള്ളതാണ്. ഈ ചലന സംബന്ധമായ ലക്ഷണങ്ങൾ വിറയൽ, സ്റ്റിഫ്നെസ്, സ്ലോനെസ് മുതലായവ രോഗിക്കുള്ളിടത്തോളം കാലം ഈ DBS സർജറിയുടെ ഗുണം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനൊരു 3-4 വർഷം എന്നൊരു ടൈം ഗ്യാപ്പ് ഒരിക്കലുമില്ല. 15 വർഷത്തെ ഫോളോ അപ്പ് വരെയുള്ള പഠനങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചലന സംബന്ധമായ ലക്ഷണങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഒരു റെസ്പോൺസ് കിട്ടുമെങ്കിലും അസുഖം വളരെ പഴകുന്ന സമയത്ത് ചലന സംബന്ധമായ സർക്യൂട്ടിന് പുറത്തുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. അതായത് ഉദാഹരണത്തിന് ചില ആൾക്കാർ വീഴുന്ന ഒരു പ്രവണത വളരെ അഡ്വാൻസ്ഡ് രോഗങ്ങളിൽ കാണാറുണ്ട്. ഈ ബാലൻസിൻ്റെ പ്രശ്നത്തിന് ചിലപ്പോൾ DBS പ്രൊസീജിയർ കൊണ്ട് വലിയൊരു ഗുണം കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ ചിലർക്ക് ഓർമ്മക്കുറവ് കാണാറുണ്ട്, ഹാലുസിനേഷൻസ്, അത് വിഭ്രാന്തി കാണാറുണ്ട്. ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ DBS കൊണ്ട് ഗുണം കിട്ടില്ല. അതിൻ്റേതായ മറ്റ് മരുന്നുകൾ ഉപയോഗിച്ച് സൊല്യൂഷൻ കണ്ടെത്തുക. പക്ഷേ അങ്ങനെയുള്ള രോഗികൾക്ക് പോലും പലപ്പോഴും ഈ ബാറ്ററി വെച്ചപ്പോൾ കിട്ടിയ ചലന സംബന്ധമായ ലക്ഷണങ്ങൾക്ക് ആ സമയത്തും ആശ്വാസം കാണും. അപ്പോൾ DBSന് ഒരു ടൈം ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് 5 വർഷമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ 10 വർഷമേ കിട്ടുള്ളൂ എന്ന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല DBS. അത് അസുഖത്തിൻ്റെ പ്രോഗ്രഷനെയും അസുഖത്തിൻ്റെ രീതിയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. താങ്ക് യു സർ.